ജയശീലനും ദേവരായനും കൂടി പുനലൂർ എസ്റ്റേറ്റ് റവന്യൂവിൽ നിന്ന് 20 ലക്ഷം രൂപയോളം വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അവർക്ക് കിട്ടി? വിൽപത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിയതാ. ഫണ്ട് റിലീസ് ചെയ്ത് തന്നില്ലെങ്കിൽ വിൽപത്രം നടപടിയാവുമ്പോൾ ഒറ്റ എണ്ണത്തിന് ബാക്കി വയ്ക്കാതെ പിരിച്ചുവിടും എന്നായിരുന്നു ഭീഷണി. ആ ഫണ്ട് അവരെന്ത് ചെയ്തു? അതുകൊണ്ടുപോയി ചന്ദ്രമോഹനും ഹരീഷിനും ബാക്കിയിട്ടു. കൈയിട്ട് വാരാവുന്നിടത്തുനിന്നെല്ലാം അവർ കൈയിട്ട് വാരി. എല്ലാം കൂടെ ഒരു 30-35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. അതിനെതിരെ നമ്മൾ കേസിന് പോണോ അർജുനേട്ടാ? അവരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കണ്ട. ആ പിന്നെ ശിവജി പോയിട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? ശിവജി തിരിച്ചെത്തി. ഫോണിൽ കൂടി വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞത്. ശരി, എന്നാ ഞാൻ അപ്പുറത്തേക്കില്ലട്ടെ. ആ ഫയലൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക്. ഹലോ ആന്റി, എവിടെയാ? നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ലേ? സമയമായില്ലല്ലോ. നീ MD അല്ലേടി, മാനേജിംഗ് ഡയറക്ടർ. ഏത് സമയോ ഞാനല്ലേ മാതൃക കാണിക്കേണ്ടത്. ഞാൻ നേരത്തെ ഇറങ്ങിയ മറ്റുള്ളവർ അത് തന്നെ ചെയ്യും. ഞാൻ ടൗണിലുണ്ട്, ആലപ്പുഴ ബസ് സ്റ്റോപ്പിനടുത്ത് ഒരു ബേക്കറിയില്. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നീ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ. ആ താമസിക്കരുത്, നിന്നെ കൂട്ടി എനിക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ളതാ. ഓക്കെ ആന്റി, 5 മണിക്ക് ഞാനവിടെ ഉണ്ടാവും. ശരി. കയറി വരൂ. മേംസാബ് തിരക്കില്ലല്ലോ? ഞാനിവിടെ ശിവജി വരാൻ കാത്തിരിക്കുക, ബന്ദിപ്പുര വിശേഷങ്ങൾ അറിയാൻ. ശിവജി ഇരിക്ക്. പറയൂ ശിവജി, എന്തൊക്കെയാ അറിഞ്ഞത്? ഞാൻ എല്ലായിടവും ഒന്ന് കറങ്ങി, കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചു. ഒരു കാര്യം നേരത്തെ ഞാൻ പറയാം. തമ്പി സാറിനെ വകവരുത്തിയത് കൽപ്പനയല്ല. വകവരുത്തിയെന്നോ? ആര് പറഞ്ഞു? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൽപ്പനയാണ് ഇട്ട് പറഞ്ഞവളല്ലെന്ന് ശരിയാണെന്ന് എനിക്കും തോന്നി. ഒരിക്കലും അവളങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ആരാ ഇതിന്റെ പിന്നില്? ചന്ദ്രമോഹനും ഹരീഷും. അവർക്ക് അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ട് എന്താ കാര്യം? അവർക്ക് വേണ്ടിയല്ല, ജയശീലും ദേവരാജനും വേണ്ടി. ഹരീഷിനും ജയശീലനുമായി കൂടെ മീറ്റിങ്ങുകളുണ്ട്. അവർ തമ്മിൽ എന്തൊക്കെയോ രഹസ്യധാരണകളുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ആ വഴിക്ക് അന്വേഷണം നടത്തി നോക്കാം. യതി എന്നൊരാളുടെ ബന്ധു കണ്ണൂരിൽ നിന്നും ഹരീഷിനെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. അതിനർത്ഥം കണ്ണൂരും ബന്ദിപ്പൂരും ഹരീഷും ജയശീലും പോയിട്ടുണ്ടെന്ന് തന്നെയാണ്. ഇവരൊക്കെ തമ്പിസാവിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ണികളാ. എന്നാലിനി അവരെ കേന്ദ്രീകരിച്ചു മതി അന്വേഷണം. അതുതന്നെയാ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. നിൽക്ക്. എന്താ? എനിക്കൊന്ന് ഷേവ് ചെയ്യണമല്ലോ. എന്താ ഒന്നും പറയാത്തെ? വൈദ്യനോട് ചോദിക്കണം.
അയാൾ വൈദ്യരല്ലേ, ബാർബറല്ലല്ലോ. ചികിത്സയ്ക്ക് ചില പഥ്യങ്ങളും നിഷ്ഠകളും ഉണ്ട്. വൈദ്യന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതേതാ സ്ഥലം? പറഞ്ഞാലും പേടിക്കാനൊന്നുമില്ലടോ. എൻ്റെ കൈ ഫോണില്ല, എണീറ്റ് നടക്കാനും നിവൃത്തിയില്ല. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. അപ്പൊ പിന്നെ ഞാനിവിടുന്ന് കടന്നു കളയോന്നുള്ള പേടി വേണം. അല്ലെങ്കിലും നിങ്ങളുടെ ഈ ഒടുക്കത്തെ കാവലിനെ വിട്ടിച്ചു പോകാൻ ആർക്കാ പറ്റുക? ഇത് കേരളം തന്നെയാണോ? കൈ കഴിക്കോളൂ. എന്നും ഈ പച്ചക്കറി മാത്രമേ ഉള്ളൂടോ. എന്റെ ഒടിഞ്ഞുപോയ അസ്ഥിയൊക്കെ ഒന്ന് നേരെയാവണ്ടേ? അതിന് ഈ പുല്ലും വൈക്കോലും മാത്രം തിന്നാ മതിയോ? ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോവോ? ഛേ, ഇതെന്തൊരു കഷ്ട. നാശം പിടിക്കാൻ നേരത്തെ ഒരു മഴ. രാഘവൻ അല്ലേ? അതെ. താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും ചെങ്ങന്നൂർ വന്നിരുന്നോ? ചെങ്ങന്നൂർ? അതെവിടെയാ സ്ഥലം? ഞാൻ ഇതുവരെ ഇന്ത്യ വിട്ട് ഒരിടത്തും പോയിട്ടില്ല. ഒട്ടും കളിക്കാതെ മര്യാദയ്ക്ക് മറുപടി പറയടാ. നിനക്ക് ചെങ്ങന്നൂർ എവിടാണെന്ന് പോലും അറിയില്ലല്ലേ? അറിയാവുന്ന കൂട്ടിക്കോ, പക്ഷേ എന്നെ ചോദ്യം ചെയ്യാൻ തനിക്ക് എന്താ അവകാശം? ഞാൻ ക്രൈം ബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടറാ. ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഇവിടെ വെച്ച് തന്നെ മറുപടി പറഞ്ഞാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് ഞാൻ അകത്തിടും. അപ്പൊ ചോദിക്കാതെ തന്നെ എല്ലാ സത്യങ്ങളും നീ തുറന്നു പറയും രാഘവ. അയ്യോ സാറേ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, ആളാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ സാറിന്റെ മുകളിൽ കയറി ഇരിക്കുവോ? ആരാ യതി? അത് എന്റെ ഭാര്യയുടെ ആങ്ങളെയാ സാറേ. അവന്റെ ശരിക്കുള്ള പേരെന്താ? യതീന്ദ്രൻ. അവന്റെ തൊഴിലെന്താ? അങ്ങനെ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല സാറേ. ഒരു തൊഴിലുമില്ലാതെ എങ്ങനെയാടോ തനിക്കും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ചെലവിന് തന്നുകൊണ്ടിരുന്നേ? ഏയ്, അവൻ വല്ലപ്പോഴും വീട്ടിൽ വരുമെന്നല്ലാതെ അങ്ങനെ പൈസയും തരില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണോ തന്റെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നേ? തനിക്കെന്താണോ ജോലി? എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല സാറേ. പക്ഷേ എന്റെ ഭാര്യ അന്തസ്സായിട്ട് ജോലിക്ക് പോകും. വീട്ടുവേലയും കൂലിപ്പണിയൊക്കെ ആയിട്ട് അവക്ക് എന്നും ജോലിയുണ്ട്.
ഞാൻ പിള്ളേരെയൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കും. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് ജോലിക്ക് പോയാ പിള്ളേര് വഴിവഴിച്ചു പോകും സാറേ. അതുകൊണ്ടാ. കൊള്ളാം. പക്ഷേ യതിയാണ് തനിക്കും കുടുംബത്തിനും ചെലവിന് തന്നിരുന്നതെന്നും ഇപ്പോ യതിയെ കാണാനില്ലെന്നും പറഞ്ഞ് താൻ ചെങ്ങന്നൂര് പോയി താൻ ഹരീഷ് എന്നൊരാൾ ഇന്ന് പണം വാങ്ങിച്ചിരുന്നു അല്ലേ? ശരിയല്ലടാ? പറടാ. അത് വായ്പ വാങ്ങിച്ചതാ സാറേ. കണ്ണൂരിൽ നിന്ന് ചെങ്ങന്നൂര് വരെ പോയി വായ്പ വാങ്ങാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? നീ പറഞ്ഞത് മുഴുവൻ കള്ളവാ. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇനി ചോദിക്കാം. പോലീസ് മുറയിൽ ചോദിച്ചാലേ നീ സത്യം പറയുമെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ അയ്യോ സാറേ, ഞാൻ പറയാം. ഇനി നീ സത്യമേ പറയാവൂ. യതിയുടെ ജോലി എന്തായിരുന്നു? ചില കൊട്ടേഷൻ പണിക്കൊക്കെ പോവായിരുന്നു സാറേ. വല്ലപ്പോഴേ ഉള്ളൂ. ധാരാളം മതിയിടൂ. എല്ലാ ദിവസവും ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? ആ ഹരീഷോട് അവൻ എന്തായിരുന്നു ഏർപ്പാട്? ആ പയ്യൻ വന്ന് യതിയെ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചു. 1,00,000 രൂപ അഡ്വാൻസും കൊടുത്തു. എന്നിട്ട് നരേന്ദ്രൻ നമ്പി എന്ന് പറയുന്ന ഒരു പണക്കാരനെ തട്ടാനായിരുന്നു പ്ലാനെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. തമ്പി അന്ന് ബന്ദിപ്പൂര് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ ചിലരും അന്ന് ബന്ദിപ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇത് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പൊയ്ക്കോട്ടെ സാറേ. ആ പേരും പറഞ്ഞാണോ താൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇന്ന് പണം വാങ്ങുന്നത്? അതെ. ഇതിയെ കാണാനില്ലെന്ന് ഞാൻ പോലീസ് അറിയിക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ അവർ പണം തരും. പോലീസിനെ അവർക്ക് വലിയ പേടിയാ. യതിയാണോ തമ്പി സാബിനെ അല്ല നരേന്ദ്രൻ തമ്പിയെ കൊന്നത്? അതറിയില്ല സാറേ. ചോദിക്കാൻ യതി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ. ഇപ്പൊ താൻ പൊക്കൂ. ചിലപ്പോ ഇനി ഞാൻ തന്നെ ആരെങ്കിലും ഇട്ട് വിളിപ്പിക്കും. അന്ന് വന്നാ മതി. ഓ വരാം സാറേ. വൈദ്യം വരാറായോ? ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. കാല് രണ്ടും ചലിപ്പിക്കാൻ പറ്റണില്ല. മരം പോലിരിക്കുക. ശരിയാവാൻ കുറച്ച് സമയമെടുക്കും. ആദ്യം തന്നെ ശരിയായി ചികിത്സിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വളരെ വൈകിയല്ലേ എൻ്റെ അടുത്തെത്തിയത്. എവിടെയായിരുന്നു ഇതിനു മുമ്പ് ചികിത്സ? അറിയില്ല. കർണാടകയിൽ എവിടെയായിരുന്നു? അവിടെ ആരാ ചികിത്സിച്ചത്? അങ്ങനെ
ചികിത്സയൊന്നും നടത്തിയില്ല. ബോധം തെളിഞ്ഞതെന്നാണെന്ന് പോലും ഓർമ്മയില്ല. ബോധം തെളിഞ്ഞപ്പോ കൈയും കാലും പടിയിട്ട് കെട്ടിയിട്ടുണ്ട്. ഞാനൊരു പലകയെ കിടക്കുക. എന്നും രാവിലെയും വൈകുന്നേരം ഒരാൾ വന്ന് ചൂടാക്കിയ എണ്ണയോ കുഴമ്പോ എല്ലായിടത്തും പുരട്ടും. ശരീരം മുഴുവനും നീരായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയും. ജീവിച്ചിരിക്കുമെന്ന് പോലും വിചാരിച്ചതല്ല. പക്ഷേ പതിയെ പതിയെ നീരും വേദനയും കുറഞ്ഞു. മുറിവെണ്ണയായിരിക്കും അവർ പുരട്ടിയത്. അങ്ങനെയാവും ഈ മുറിപ്പാടുകളൊക്കെ ഭേദമായത്. ആയിരിക്കും. ആ, എവിടെ വെച്ചാ ഇത് സംഭവിച്ചത്? അത് ഓർമ്മയുണ്ടോ? അതറിയാം. ബന്ദിപ്പൂർ വച്ച്. ആരാ ഈ പാതകം ചെയ്തത്? വാടക കൊലയാളികളെ കൊണ്ട് ചെയ്യിച്ചതാ. ഓ, കഷ്ടം. എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുമോ വൈദ്യരെ? ആ, നോക്കട്ടെ. എണ്ണയും കുഴമ്പും നന്നായി ചൂടായിക്കോളും. ശരി. അല്ല, ഇങ്ങനെ ഒരു ദുഷ്ടത്തരം ചെയ്യാനുള്ള കാരണം എന്താ? ഏതിനും ഒരു കാരണം കാണുമല്ലോ. വൈദ്യരെ, അത് വൈദ്യർക്ക് എന്താ അറിയേണ്ടത്? വൈദ്യർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇയാളുടെ ഒടുവും ചതവുമൊക്കെ എവിടെയാണെന്ന് വൈദ്യർക്ക് മനസ്സിലായില്ലേ? ഉവ്വ. അത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ ചികിത്സയ്ക്ക്, പോരെ? ഓ, മതി. എങ്കിൽ കൂടുതലൊന്നും അറിയാൻ നിൽക്കണ്ട. വന്ന് ചികിത്സ നടത്തുക, അതിനുള്ള പണവും വാങ്ങിച്ച് പോവുക. മനസ്സിലായല്ലോ? ഉവ്വ. ആരാ നിങ്ങള്? മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്റെ ഊരും പേരും ഒന്നും താൻ അറിയണ്ട, അന്വേഷിക്കുകയും വേണ്ട. എന്റെ ഉത്തരവാദിത്വത്തിലാ ഈ ചികിത്സ നടത്തുന്നത്. കൂടുതലൊന്നും തൽക്കാലം അറിയണ്ട. എന്നെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തുന്നത് ആരാണെന്നെങ്കിലും ഞാൻ അറിയണ്ടേ? ആരായാലും അത് നിങ്ങളോടുള്ള കരുണ കൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല. പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന സൽപ്രവൃത്തിയുമല്ല. എന്റെ മുതലാളിക്ക് തന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാ തന്നെ ചികിത്സിക്കുന്നതും രക്ഷിക്കുന്നതും. ആരാ ഈ മുതലാളി? ഇങ്ങോട്ട് ഒരു ചോദ്യവും വേണ്ട. വൈദ്യരെ, ചികിത്സ തുടങ്ങിക്കോളൂ. ഉവ്വ. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു അന്തവും കിട്ടില്ല. രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ചെയ്യണം. അത്രയേ ഉള്ളൂ മാർഗം. അത് ശരിയാ. എങ്ങനെയെങ്കിലും സത്യം കണ്ടുപിടിക്കണ്ടേ? രണ്ടും കൽപ്പിച്ച് ചെയ്യാന്ന് വെച്ചാ എന്താ ഉദ്ദേശിക്കുന്നത്? ഹരീഷിന്റെ കൊട്ടേഷൻ സംഘത്തിലെ ഏതെങ്കിലും ഒരുത്തിനെ പൊക്കണം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് സത്യം പറയിക്കുക. അവർക്കറിയാലോ അന്ന് എന്താ സംഭവിച്ചെന്ന്. രാഘവന് അതിലൊന്നും ഒരു പങ്കുമില്ലല്ലോ. ഏയ്, അവൻ നിരപരാധിയാ. യതിയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നുള്ളത് മാത്രമാ അവന്റെ ഉദ്ദേശം. യതി ചത്താലും ജീവിച്ചാലും അവൻ ഒരുപോലെയാ. അവനൊരു കോട്ടയുണ്ട്. ഓരോ ദിവസവും ഓരോ ഫുൾ കുപ്പി മദ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവന് പിന്നെ ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, അളിയനും വേണ്ട. തമ്പി സാറിന് എന്ത് സംഭവിച്ചു എന്നാ ശിവജിയുടെ നിഗമനം? കുറെ അന്വേഷണമൊക്കെ നടത്തിയാണല്ലോ. ഞാൻ ചോദിച്ചിട്ട് മേം സാർ, തമ്പി സാബ് അന്ന് കുറെ പണം കാറി വെച്ചോണ്ട് പോയില്ലേ? എന്റെ അറിവിലില്ല. അത്യാവശ്യത്തിനുള്ള പണം മാത്രമേ അദ്ദേഹം കൊണ്ടുപോയിരുന്നുള്ളൂ. ഉണ്ട്. മാഡം, ഒരു അഡ്വക്കേറ്റ് കാണാൻ വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റോ? അങ്ങനെയാ പറഞ്ഞത്. ആരെ കാണാന്? മാഡത്തിനെ കാണാനെന്നാ പറഞ്ഞേ.
വരാൻ പറയടൂ. ശരി. ആ ഏത് അഡ്വക്കേറ്റാ? അതാ എനിക്കും മനസ്സിലാവാത്തത്. വരട്ടെ, ചോദിക്കാലോ. മേ കമിൻ.